ഈ ഡാളസിൽ ഇന്ത്യക്കാരനെ തലയർത്ത് കൊലപ്പെടുത്തിയ കേസിൽ കർശന നടപടിയെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നല്ലോ. ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ വംശജനായ മോട്ടൽ മാനേജർ ചന്ദ്ര നാഗമല്ലയ്യ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കൊലപാതകി എന്ന് പറയുന്ന ക്യൂബൻ കുടിയേറ്റക്കാരനാണെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ട്രംപിൻ്റെ പ്രതികരണം ആത്മാർത്ഥം നിറഞ്ഞതാണ് എന്ന് നമുക്ക് കരുതാമോ? SKN അമേരിക്ക ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ഇത്. ട്രംപ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നതും ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലവും അവരുടെ ക്രിമിനൽ പ്രവൃത്തിയും പറഞ്ഞായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഇതൊരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമായിരുന്നു. ഇത് അറിയിക്കേണ്ട ആളിനെ അറിയിക്കുന്നതിന് പകരം മറ്റൊരാളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഡാലസിലെ മോട്ടൽ മാനേജർ ചന്ദ്രമൗലി നാഗമല്ലിയെ ക്യൂബൻ കുടിയേറ്റക്കാരനായ യോർഡാനീസ് കോബോസ് എന്ന് പറയുന്ന ആളാണ് തലയർത്ത് കൊന്നത്. SKN ഇത് ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ചാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തതെന്ന് ഓർക്കണം. ഈ ചന്ദ്രമൗലി നാഗമല്ലിയെ തലയർത്ത് കൊലപ്പെടുത്തിയതിനെ ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായി അപലപിച്ച് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കും എന്നൊക്കെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അനധികൃത കുടിയേറ്റ കുറ്റവാളികളോട് തന്റെ ഭരണകൂടം ഒരു അയവും കാണിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യൂബയിൽ നിന്നുള്ള ഒരു നിയമവിരുദ്ധ ആള് അമേരിക്കയിൽ താമസിക്കുന്നത്, അതും അമേരിക്കയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തയാൾ ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ച് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. SKN ഇദ്ദേഹത്തിന്റെ പേരിൽ ചൈൽഡ് സെക്സ് പോലുള്ള പല കുറ്റങ്ങളുണ്ട്, അതും ട്രംപ് പറയുന്നുണ്ട്. ഭയാനകമായ കുറ്റകൃത്യങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായ ഇയാളെ കഴിവില്ലാത്ത ജോ ബൈഡന്റെ കീഴിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ക്യൂബയ്ക്ക് അവരുടെ രാജ്യത്തിൽ ഇയാളെ പോലൊരു ദുഷ്ടനെ ആവശ്യമില്ലായിരുന്നു എന്നും ട്രംപ് പറയുന്നു. SKN എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇയാളെ മുമ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ക്യൂബ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാളെ ജയിലിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. SKN വല്ലാത്ത തീരുമാനമായി പോയി. മധു കൊട്ടാരക്കര, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.